അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അനിമയൂർ. എന്നെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ തോന്നുന്നു. പേടിക്കണ്ട, ഞാൻ തന്നെ. ഇന്ന് രാവിലെ പെയിൻറ്റിനകത്തൊന്ന് വീണ്, അതുകൊണ്ടാ മൈൻഡ് ചെയ്യണ്ട ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കാൻ പോകുന്നു. വില്ലേജർ ബ്രീഡർ ഏതാ പൊളിക്കുമല്ലേ. എന്നാൽ ട്രെയിനിങ് ഹാളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഗോഡ് ആർമർ ഉണ്ടാക്കും 3 എപ്പിസോഡ് കഴിയുമ്പോൾ. അപ്പോൾ ഗൈസ് അതിനോട് സ്ഥലം തപ്പി കണക്കുമായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ഐറ്റംസ് അതിന് ആവശ്യമുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡയമണ്ട് ഷാപ്പിൽ മറ്റേ ബാസ്റ്റൻ ബ്രീഡ് കിട്ടി, ബെഡ് വുഡ്, പിന്നെ ഒരു ഡീപ് സ്ലേറ്റ് ബ്രിക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അതാണ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ചെയ്താലോന്ന് വിചാരിക്കും. പക്ഷേ ഈ വീടിൻ്റെ അടുത്താണ്, അത് ആ ഒരു ഫ്രെയിം റേറ്റ് കുറയുമോ എന്ന് അറിഞ്ഞുകൂടാ. നല്ല ലാഗടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ തന്നെ ചെയ്യാം. ഞാൻ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗൈസ് ഞാൻ ഇത് ഏകദേശം ചെയ്ത് തീർത്ത് ഞാൻ വില്ലേജർ മണ്ടന്മാരെ കൊണ്ടുവരണം. അതാണ് ഏറ്റവും വലിയ പണി. ഇപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ ക്യാരറ്റ് ഇല്ലായിരുന്നു, ഒരെണ്ണേ ഉള്ളായിരുന്നു. അത് ഞാൻ ഇന്നലെ ഗോൾഡൻ ക്യാരറ്റാക്കി ചെറുതായിട്ട് തിന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറേ പൊട്ടാറ്റോ കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് തന്നെ മതി നമുക്ക്. ഇവിടെ വീറ്റെങ്കിൽ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ് ഇവിടെ ഫുള്ള് പൊട്ടാറ്റോ വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ 2 സൈഡിൽ ആയിട്ട് മറ്റേ വെള്ളം വെച്ചിട്ടുണ്ട്, ഒരു കുഴി ഒഴിച്ച്. അത് ആ ബ്രിക്കിൻ്റെ അടിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കാണാൻ പറ്റാതെ. അപ്പോൾ കഴിച്ച് ഞാൻ മണ്ടന്മാരെ പിടിച്ച് ഇതിനകത്ത് കൊണ്ടിട്ട് അതിന് കുറച്ച് ടൈം എടുക്കും. അമ്മരെ കൊണ്ട് എന്തോ ചെയ്താലും എനിക്ക് തലവേദനയാണ്. ഒന്നും ഉറങ്ങി എണീക്കണം അല്ലേ. ഞാൻ ഇപ്പോൾ എത്ര തവണ ചത്തെന്നറിയാവോ? ഒരു 10 തവണ ചത്താണ്. ഇവിടെ സോംബി, ക്രീപ്പർ, എൻഡർമാൻ്റെ വൈകുന്നേരം അടിയുണ്ട് ചത്ത്. എന്ത് ചെയ്യാനെന്ന് ഉറങ്ങി എണീക്കട്ടെ, പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഞാൻ ആ പൊട്ടാറ്റോ ഫുള്ള് ഒന്ന് ബോൺ മീൽ ചെയ്തിട്ട് കുറച്ചുണ്ടാക്കി അവർ ഫുള്ളൊന്ന് വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് ഞാൻ ഏകദേശം വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോൺ മീൽ ഒപ്പിക്കാൻ കുറേ സ്കെലറ്റൻ്റെ കയ്യിൽ നിന്ന് അടിയുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാസനെ പോയപ്പോൾ കുറച്ച് ബോൺ ബ്ലോക്ക് കിട്ടിയിരുന്നു, അത് ഫുള്ള് ഞാൻ ബോൺ മീലാക്കി. ഇത്രയൊക്കെ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. ഇത് കണ്ട ഈ ലൂട്ടൊക്കെ സോംബി സ്കെലറ്റൻ്റെ ഇതൊക്കെ കിട്ടിയാണ്. എത്ര തവണ ചെത്തെന്നറിയാവോ? ഇതൊക്കെ എന്ത്. അപ്പോൾ ഗൈസ് ആ ഒരു ബേബി വില്ലേജറിന് ഇറങ്ങി വരാനുള്ള ഒരു സ്ഥലം നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇവിടെ വെക്കണോ അപ്പുറത്തായിട്ട് വെക്കണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഗൈസ് ഞാൻ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ ഏകദേശം പണിയൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, ഇവിടെ ഒഴിക്കാൻ പറ്റില്ല, താഴെ ഇറങ്ങുക, അതെ ഇവിടെ ഒഴിച്ചു കൊടുക്കുക, അതെ ഇവിടെ ആയിട്ട്. ഇത് വലിയ പണിയൊന്നുമില്ല. അപ്പം ഈ ബേബി വില്ലേജർ ഇവിടെ വന്ന് വീഴും, അവന് ഇങ്ങനെ ഒഴുകി ഇതേ ഇവിടുത്തെ ഈ ബ്ലോക്കിൽ വന്ന് വീഴും. അത്രേ ഉള്ളൂ. ഈ ബ്ലോക്കിലല്ലല്ലോ വീഴണ്ടേ. അതന്നെ കുറച്ചുകൂടെ നീളമുണ്ട്. അപ്പോൾ ഈ സ്റ്റെയറൊക്കെ പണിഞ്ഞത് വെറുതെ. ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കുവാണ്. ഈ വെള്ളം എൻഡ് ചെയ്യുന്ന സൈഡിൽ വരെ പോകണം. ഞാൻ കാണിച്ചാൽ വെയിറ്റ് ആയില്ലേ, ഇനിയും കിടപ്പുണ്ടോ? അപ്പോൾ ഇത് എൻഡ് ചെയ്യുന്ന സ്ഥലം വരെ ഇനിയും ഒരെണ്ണം കൂടെ കാണുള്ളൂ. ഒരെണ്ണം കൂടെ. ഓക്കെ. അപ്പോൾ ഈ ഒരു ബ്ലോക്കിലായിരിക്കും ആ ബേബി വില്ലേജർ വന്ന് വീഴാൻ പോകുന്നത്. അപ്പം ഇവിടെ വന്ന് നിൽക്കുമായിരിക്കില്ലേ. എന്നിട്ട് ഇവിടുന്ന് മേളൊരു സ്റ്റെയർ പണിയാക്കാം. ഒരു മിനിറ്റ്, ഇത് ഫുള്ള് മഡൊക്കെ മാറ്റി. അതാ മേളശെത്തി. അപ്പോൾ നമുക്ക് ഇമാരെ കൊണ്ടുപോകണമെങ്കിൽ ഒന്നില്ല റെയിൽ വേണം, ഇല്ലെങ്കിൽ ബോട്ട് വെച്ച് കൊണ്ടുപോകുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ ആ റെയിലിന് എൻ്റെ അയണൊന്നും ഇല്ല. പിന്നെ അയണും ഇപ്പം പോകണം. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് വേണ്ട. ഇങ്ങോട്ട് ഓക്കെ. ഇതൊരു 3-4 ബ്ലോക്കേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 1.5 സ്റ്റാക്ക് റെയിലുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇത്ര അടച്ചിട്ടുണ്ട്. ഓക്കെ. ഇവരുണ്ട് 2 ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അടച്ചു വെക്കണം. വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം തന്നെ ആ മണ്ടന്മാരെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. പൊട്ടാറ്റോ കൂടുതലെന്ന് വെച്ചോട്ട്. ഓക്കെ. അതൊന്നുമില്ല, ക്രോപ്സൊക്കെ സെറ്റാണ്. വരും. ഇനി എന്തെങ്കിലും ചെയ്യണ്ടോ? കമ്പോസർ ഉണ്ട്. ഞാൻ 2 കമ്പോസർ ഉണ്ടാക്കിയാണല്ലോ. എനിക്കൊരു മിനിറ്റ്. അതേണ്ടിരിക്കും, ഇങ്ങനത്തേക്കാം. അപ്പോൾ ഈ ഒരു കമ്പോസർ മറ്റേ ആ പൊട്ടറിനും കൂടെ കൊണ്ട് കൊടുക്കണം. എനിക്ക് വെയിറ്റ് അകത്ത് വെച്ചേക്കാം, അടുത്ത് കൊണ്ട് വെക്കണമല്ലോ. എനിക്ക് ഇതൊരു കയറി പൊട്ടിക്കല്. ഓക്കെ. അപ്പോൾ ഈ ഇത് ഇവിടെ എവിടെയെങ്കിലും വെക്കണം, ഇരിക്കാതെ. ഓക്കെ, അവിടെ ഇരുന്നോട്ട്. ഈ ഒരു മണ്ടന്മാർക്ക് ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. അമ്മയെ തുറന്ന് വിടുന്നതിന് മുമ്പ് വെയിറ്റ്. ഓക്കെ, ഇവിടെ ഈ 2 മഡ് വെച്ച് വേണം. ഓക്കെ, ഒരുത്തരം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമുണ്ടോ?
അവിടെ ആ സ്പേസിൻ്റെ ആവശ്യമില്ല. ആ സോംബി വല്ലതും വന്ന് ഇതിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ അമ്മമാരെ ഇനി സോംബി വില്ലേജറതാകും. അതിനി അതിലും വലിയ പണിയാകും. അപ്പോൾ ഈ 2 ട്രാപ്പ് ഡോർ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നായിരിക്കും ആ ബേബി വില്ലേജറിന് മാത്രമേ ഒന്ന് വീഴാൻ പറ്റത്തുള്ളൂ, മറ്റേ മണ്ടന്മാർക്കൊന്നും വീഴാൻ പറ്റില്ല. അതിൻ്റെ ഇവിടെ ടോർച്ചിൽ വെച്ചേക്കാം. ഓക്കെ, ഇത്ര ഉള്ളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ മണ്ടന്മാർ തുറന്ന് വെട്ടുന്നതിന് മുമ്പ് ആ ബെഡ് എടുത്ത് ഇവിടെ ഇട്ടേക്ക് ഒരു മിനിറ്റ്. അതുകൂടെ ഓക്കെ. ഇതിനകത്ത് ഒരെണ്ണം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടാ ഇല്ലേ? കുറച്ച് വുഡ് വേണ്ടേ? എൻ്റെ കയ്യിൽ ഊടുണ്ട്. വെയിറ്റ് നോക്കട്ടെ. രണ്ടെണ്ണം ഇമാർക്കുള്ള ആകത്തുള്ളൂ ഇല്ലേ? അത് നോക്കട്ടെ, ഇമാർ ബ്രീഡാവുമോ എന്ന് അറിഞ്ഞുകൂടാ. നോക്കി ഇവിടെ ഈ ബെഡ് വെക്കാനായിട്ട് സ്ഥലം സെറ്റ് ചെയ്യാം. ഈ ബെഡ് എത്രണ്ണം ഉണ്ടോ അതിനനുസരിച്ച് ഇമാർ ഈ വില്ലേജിൽ നിന്ന് തരും. അപ്പം നമുക്ക് ഒരുത്തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബേസിൽ കൊണ്ടുവെക്കാം, മനസ്സിലായോ? ആ ഒരു ട്രേഡ് ഹാൾ പോലെ ഞാൻ സെറ്റ് ചെയ്തില്ലേ, അവിടോട്ട് കൊണ്ടുവെക്കാം. അപ്പം അവന്മാരുടെ അടുത്ത വില്ലേജിനെ സെറ്റ് ചെയ്യും. കുറച്ച് ടൈം എടുക്കും, കുഴപ്പമില്ല. ഞാൻ അതൊക്കെ ഓഫ്ലൈനും ചെയ്തോളാം. ഇത് വർക്ക് ആവുമെന്ന് ആദ്യം നോക്കട്ടെ. ഞാനാണ് ചെയ്തത്. സാധാരണ എന്ത് ചെയ്താലും ഇങ്ങനെ പണി കിട്ടാറുള്ളതാണ്. ഓക്കെ, നമ്മൾ ലിങ്ക് ആയിട്ടുണ്ട്. ഈ ബെഡ് മറ്റൊന്നും കൂടി ലിങ്ക് ആവും. മറ്റൊന്നും കൂടെ ആയില്ലേ? അയ്യോ, അത് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ആ ബോട്ടിൽ ഇരിക്കുന്നതുകൊണ്ടാണോ? അല്ലല്ല, മറ്റോ ലിങ്ക് ആകാൻ വേണ്ടി. നൈറ്റ് ആകാറായി. ഒരു മിനിറ്റ്. മറ്റേ മണ്ട ആ ബോട്ടിനകത്തിരിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഇവിടെ ഫുള്ള് സ്ലാബ് വെച്ചേക്കാം. ഇല്ല ആ സോംബീസ് വന്ന് സ്പോണാകും, ഇല്ലെങ്കിൽ ആ സ്പൈഡർ വന്ന് സ്പോണാകും. എൻ്റെ സ്ലാബ് തീർന്ന ഒന്നുമില്ലേ? അയ്യോ, സ്ലാബ് തീർന്നു. കുഴപ്പമില്ല, കുറച്ചുണ്ടാക്കാം. എൻ്റെ കുറച്ച് വുഡിരിപ്പുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങി എണീറ്റ് ഇത് ഫുള്ളൊന്ന് വെച്ച് തീർത്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ലാസ്റ്റ് വെച്ച പീസ് ഓക്കെ. അപ്പോൾ ഗൈസ് ആ ഫുള്ള് സ്ലാബ് ഞാൻ മണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ടന്മാരെ തുറന്ന് ഇട്ടിട്ടുണ്ട്. ബേബി ലേസർ ഗൈസ് ഇതിൻ്റെ 2 ബെഡ് വെച്ചോളല്ലോ. നൈസ്. എന്തായാലും തരാം ഗൈസ്, ഒരു ബേബി വില്ലേജർ ആയിട്ടുണ്ട്. അപ്പം സെറ്റ്. ഇനി ആ മണ്ട ഇതിനകത്തൊന്ന് വീഴുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഒരു മിനിറ്റ്. ഓക്കെ, വുഡ് വേണമല്ലോ. വുഡ് എൻ്റെ ഇല്ല വുഡ്. ഇങ്ങോട്ട് ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു ബെഡ്റൂം ഉണ്ടാക്കി എന്തായാലും അവിടെ വെച്ചേക്കാം. എൻ്റെ ബെഡ് എൻ്റെ അതിനുള്ള ഊളൊക്കെ ഉണ്ട്, ബെഡ് മാത്രമില്ല. ഓക്കെ, ഇവിടെ ബെഡ് എൻ്റെ ബെഡ്. ഓക്കെ, അപ്പോൾ ഗൈസ് ബേബി വില്ലേജർ സെറ്റായി. അപ്പോൾ ഈ വില്ലേജ് ബ്രീഡർ സെറ്റാണ്. വില്ലേജർ ബ്രീഡർ ഏതാ? ഞാൻ തന്നെ ഉണ്ടാക്കിയേ, എൻ്റെ ബുദ്ധി. അപ്പോൾ ഗൈസ് ഈ മണ്ടന്മാർ എന്തായാലും ആവും. ഒരു ബേബി വില്ലേജർ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് നേരം പോയി വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഈ മണ്ടന്മാർ ഇവിടെ വന്ന് ഒഴുകി ഇവിടെ നിൽക്കുമല്ലേ, ഇവന്മാർ തിരിച്ച് കയറി വരുമല്ലേ? ബ്ലോക്ക് വെച്ചാൽ ശരിയാവും. ഞാൻ തന്നെ ബ്ലോക്ക് വെക്കുന്നത്? താഴോട്ട് വിളിച്ചാൽ പോരി. 1 2 2 ബ്ലോക്ക് മതി, തിരിച്ച് കയറാൻ പറ്റൂല. ഓക്കെ, രണ്ട് പേര് നിൽക്കുമല്ലോ. ഓക്കെ, കയറാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആ ഒരു ബ്ലോക്ക് കൂടെ പൊട്ടിച്ചേക്കാം. അപ്പം അതവിടെ കിടക്കട്ടെ. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇതൊന്നും. അപ്പോൾ ഗൈസ് നമുക്കിത് തിരിച്ചങ്ങോട്ട് പോട്ടെ. ഇങ്ങോട്ട് മതിയായിരിക്കും. അപ്പോൾ ഗൈസ് മണ്ടന്മാരായിട്ടുണ്ട്. ഏതാ? അപ്പോൾ വില്ലേജസ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ട്രേഡിങ് ആൾ ഇപ്പം ഇന്ന് സെറ്റ് ആകുമായിരിക്കും. ഇന്ന് നാളെ ഞാൻ ഓഫ്ലൈനിൽ ചെയ്തോളാം. ഈ മണ്ടന്മാരെ ഇപ്പോൾ മേളിലോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ ഗൈസ് ഞാൻ നൈറ്റ് ആയപ്പോഴും ഇവന്മാർ വന്നില്ല. എനിക്ക് ക്ഷമയില്ല. ഇവിടെ വാ കൊച്ചിറക്ക, തഴുപ്പ്. ഓക്കെ, അപ്പോൾ ഗൈസ് അവൻ അങ്ങോട്ട് വന്ന് ചാടിയതാണ്. ഞാൻ തെള്ളി കിട്ടുന്നല്ലേ, മനസ്സിലായോ? അവൻ അവിടെ നോക്കുന്നവൻ തന്നെ. ഈ അമ്മട്ട് പൊട്ടിക്കണമല്ല. എൻ്റെ കയ്യിൽ ഇത്ര നേരം ഡയമണ്ട് ഷവൽ ഇരുന്നിട്ടാണ് ഞാൻ കൈ ഇട്ടും പിക്കാച്ചിട്ടൊക്കെ പൊട്ടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു മട്ട. അവനവിടെ കൂടെ നട്ടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഗുഡ് ബൈ. അപ്പോൾ ഞാൻ മട്ട കയ്യിലെടുത്തോളാം. ഞാൻ സോംബി എല്ലാം കയറി അതിനകത്തോട്ട് വരും. പൊരുക്കിയിട്ടേ ഈ മണ്ട ചാകല്ലേ. പക്ഷേ ആ മണ്ടര അവിടെ വന്ന് വീണിട്ടുണ്ട്. അപ്പം ഞാൻ ഇവനെ ഇനി മേളോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞാൻ ഇവനെ മേളോട്ട് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും പരിപാടി ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ബോട്ടിൽ കെട്ടി അവനെ കൊണ്ടുവന്നിട്ടുണ്ട്
ഗൈസ് ഇതിന് നല്ല ടൈം എടുത്താൽ കുഴിക്കാത്തൊന്നും ഇവനെ ഈ ബോട്ടിൽ കയറ്റിക്കൊണ്ട് വരാൻ. അയ്യോ അല്ല ഒരു മിനിറ്റ്, ഇവൻ ബേബി വില്ലേജറല്ലേ ഇപ്പോഴും? ഗൈസ് ഞാൻ മറന്നുപോയി, മറ്റേ വലിയ വില്ലേജറായിട്ട് വിട്ടേ പറ്റുകയുള്ളായിരുന്നു. ഞാൻ വീണ്ടും പറ്റിക്കപ്പെട്ടു. അപ്പോൾ ഗൈസ് ഈ മണ്ടൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ, അവൻ ഇവിടെ നിന്ന് വലുതായിക്കോളും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ ബൈ ബൈ.